കല്യാണ വേദികളിലൊക്കെ പോയാൽ ഇസ്ലാമിന്റെ നിക്കാഹാണോ നടക്കുന്നത്? പല കല്യാണങ്ങളിലും പോകാൻ ഇഷ്ടമില്ലാത്തവനാണ്, നിർബന്ധ സാഹചര്യത്താൽ പോകേണ്ടി വരും ചില സ്ഥലത്ത്. ഇത് കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയില്ല. ഇത് നബിയുടെ കല്യാണമാണോ, നബി തങ്ങൾ പഠിപ്പിച്ച കല്യാണമാണോ, ഇസ്ലാം പഠിപ്പിച്ച വിവാഹമാണോ, വൈവാഹിക ജീവിതമാണോ, അതോ പിശാച് പഠിപ്പിച്ച വൈവാഹിക ജീവിതമാണോ? ചിന്തിച്ചു പോവാണ്. ഒരു പെണ്ണിനെ ഒരു പുരുഷൻ ഹലാലാവുന്നതിന് മുമ്പ് സേവ് ദ ഡേറ്റ്, അതിന്റെ 3 ദിവസം മുമ്പ് അവളെ പോയി കൈക്ക് പിടിക്കുക, അവളെ പോയി കെട്ടിപ്പിടിക്കുക, അവളെ പിടിച്ച് ഇങ്ങനെ നിർത്തുക, അവളെ പിടിച്ച് ഇങ്ങനെ നിർത്തുക, മുണ്ട് മുന്നോട്ട് പൊക്കി നിർത്തുക, മുണ്ട് താത്തിട്ട് നിർത്തുക, എന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് പിന്നെ എപ്പോഴെന്ന് നിക്കാഹ് 5 ദിവസം കഴിഞ്ഞിട്ട്, അതായത് മരിച്ച് 3-ാം പാത്തിയാണ് അന്ന് ദുആ അരക്കുന്നത് പോലെ. ഈ പടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉസ്താദന്മാര് സവ്വജുതുക വൻഗഹതുക ബിന്ദി സഫീറ ബിമഹരിൻ മബ്ലഗഹു കിദ വകിദ, എന്നിട്ട് ബാറകല്ലാഹു ലകുമ വ ബാറക അലൈകുമ വ ജമഅ ബൈനകുമ ഫീ ഖൈരിൻ വആഫിയ. എന്ത് നിക്കാഹ് ഇത്? എല്ലാ പണിയും കഴിഞ്ഞു ഉസ്താദ്, ഇനി എന്ത് നിക്കാഹ്? എല്ലാം കഴിഞ്ഞവിടെ. ഇത് കഴിഞ്ഞതിന്റെ ദുആയാ നമ്മളിപ്പോ ചെയ്യുന്നത്. അല്ല, ഇന്ന് നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞല്ലോ, ഞാനൊക്കെ പള്ളിയിലെ ഖത്തീബാണ്, ഞാൻ നിക്കാഹ് ഏറ്റെടുക്കൂല പള്ളിയിലെ. കാരണം നമുക്കിതിന് സാക്ഷ്യം വയ്ക്കാൻ കഴിയില്ല. ഇസ്ലാമികപരമായിട്ട് എങ്ങനെ അനുവദനീയമെന്ന് നിങ്ങൾ പറയും. അങ്ങോട്ട് ചെറുക്കനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും റക്കീബ് കത്തിയിരിക്കുന്നല്ലോ, മുൻകർ നക്കീർ മയ്യത്തുണ്ട്. അവിടെ ഒരു പൂത്തിരി, ഇവിടെ ഒരു പൂത്തിരി, ഇങ്ങനെ കത്തിച്ച് അങ്ങ് മുകളിൽ ഇങ്ങനെ കയറും. അതിനിടയ്ക്കൂടെയാണ് അവൻ വരുന്നത്. ഇതിനൊക്കെ ഉസ്താദന്മാരെ നമ്മൾ സാക്ഷ്യം വഹിക്കണ്ടേ? നമ്മളിത് ഹലാലാക്കി കൊടുക്കണ്ടേ? നമ്മുടെ ബാധ്യതയല്ലേ? പിന്നെ അവിടെ നടക്കുന്ന എന്താ? ആണും പെണ്ണും തമ്മിലുള്ള പാട്ട്, സംഗീതം, കെട്ടിപ്പിടുത്തം. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇവർ തമ്മിൽ പോയി കാട്ടിലൊക്കെ. ഞാൻ ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ആറ്റി കുളിക്കാന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെ പോയി. ഞങ്ങളുടെ നാട്ടിൽ അച്ചൻകോവിലാറുണ്ട്, നല്ല രസമാണ്. വെള്ളമൊന്നും ഇല്ല, ചുമ്മാ പോയി നോക്കിയതാ. കുളിക്കാതെ പോയപ്പോൾ വെള്ളമില്ല, നമ്മുടെ വർക്കത്തുണ്ട്, വെള്ളമൊക്കെ പോയി. അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഈ സേവ് ദ ഡേറ്റ്, അവിടെ ഒരു ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. സേവല്ല, മറ്റൊരു ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് എൻ്റെ കൂടെ വന്നവർ പറഞ്ഞു, സാർ ഇതാണ് സേവ് ദ ഡേറ്റ്, കല്യാണത്തിന് മുമ്പുള്ള പരിപാടിയാണ്. അപ്പോൾ കൊച്ചിനെ ചേർത്ത് കെട്ടിപ്പിടിച്ചോണ്ട് നല്ല കാടും പുഴയൊക്കെ ഉണ്ടല്ലോ, അത് കണ്ടിട്ടാണ്. അപ്പോൾ ഞങ്ങളവിടെ വണ്ടി നിർത്തിയപ്പോൾ ആന നിൽക്കുന്നു. ഞാൻ വിളിച്ചു, ഹലോ ആന, സേവ് ദ ഡേറ്റ്, ഡേറ്റോ. അവരപ്പോഴേ ഓടിയ ഓട്ടോ എന്ന് പറഞ്ഞാൽ ക്യാമറാമാനാണ് ആദ്യം ഓടിയത്. പിന്നെ ഈ കെട്ടാൻ പോകുന്ന പുതിയാപ്പിള, അവനും ഒറ്റ ഓട്ടം, അവളവിടെ കിടക്കുകയാണ്. സേവ് ദ ഡേറ്റ്. വല്ലാഹി നേരിൽ കണ്ട സംഭവമാണ്, കള്ളം പറയല. മിനിഞ്ഞാന്ന് കഴിഞ്ഞ ദിവസം അച്ചൻകോവിൽ ആറിൽ കുളിക്കാൻ ലൈവാകുമ്പോൾ എല്ലാവരും അറിയാലോ സ്ഥലത്തിരിയാണ്. എൻ്റെ കൂടെ വന്നവരിപ്പോൾ ഇത് കേട്ടിട്ട് ചിരിക്കുകയായിരിക്കും. ആനയെ കണ്ട സത്യം തന്നെയാണ്, പക്ഷെ ഇവർ കണ്ടില്ല. ഇവരുടെ ബാക്കിലാണ് സംഭവം. എല്ലാം കൂടെ ഇങ്ങോട്ട് വന്നാൽ എന്തായിരിക്കും? ഡേറ്റ് എല്ലാം കൂടെ സേവ് ആവൂലേ? എന്താ രംഗം എന്തായിരിക്കും? ഇതല്ലേ അവസ്ഥ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി ഹബീബേ, ഇത് ഏത് സംസ്കാരമാണ്? വിവാഹം എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാമിക വിവാഹം. എല്ലാ നിക്കാഹിന്റെ സദസ്സിലും ഓതപ്പെടുന്ന ഒരു ഹദീസ് ഉണ്ട്. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വൈവാഹിക ജീവിതം എന്താണെന്ന് നമുക്ക് പഠിപ്പിച്ചു